യൂണിറ്റിന്റെ ചെയർമാനായിരിക്കുന്ന പിതാവിന്റെ വലിയൊരു ദാസൻ ഹാർട്ട്ലി സാമുവൽ അവറുകൾ, തന്റെ പിതാവ് പ്രിയ സാമുവൽ അവറുകൾ ഈ സന്ധ്യയെങ്കിലും നമ്മോട് ഒരുമിച്ച് നമ്മുടെ മീറ്റിംഗിലായിരിക്കുന്നു. പ്രാർത്ഥനയുടെ കുടുംബത്തിലെ മറ്റ് പ്രിയപ്പെട്ടവരായിരിക്കുന്ന എല്ലാവർക്കും പിതാവ് യേശുക്രിസ്തുവിന്റെ നാമത്തില് സ്നേഹ വന്ദനങ്ങളെ അറിയിക്കുന്നു. നമുക്ക് പ്രാർത്ഥിച്ച് നമ്മുടെ മീറ്റിംഗ് സന്ധ്യയുടെ ദൈവ സന്നദ്ധിയിൽ ആരംഭിക്കാം. പ്രിയ ഹാർട്ട്ലി പാസ്റ്ററുടെ പിതാവ് പ്രിയ സാമുവലെങ്കിൽ പ്രാർത്ഥിച്ച് നമ്മുടെ മീറ്റിംഗ് നമുക്ക് ആരംഭിക്കാം. ഞങ്ങളുടെ പരിശുദ്ധ പിതാവേ, നിത്യനാം ദൈവമേ, നന്ദി ഹൃദയത്തോടെ പുനഃനാമത്തെ സ്തുതിക്കുന്നു. ഇപ്രകാരം ഓൺലൈനിലായി പ്രാർത്ഥനാധ്വനിയുടെ ഒരു കൂട്ടായ്മ ഇങ്ങനെ ആരംഭിക്കുവാൻ ദൈവം കുപിക്കായി സ്തോത്രം. കഴിഞ്ഞ പ്രഭാത കണ്ടെത്തുക കർത്താവ് സന്ധ്യാസമയം കാണാതെ മരണം വഴിയായി ലോകത്ത് മാറ്റപ്പെട്ടു പോയപ്പോൾ അടിയങ്ങൾക്ക് ഇപ്രകാരം അങ്ങയുടെ പാതെടുത്ത് വിവിധ വിഷയങ്ങളുമായി പ്രാർത്ഥിപ്പാൻ തക്കവണ്ണം അവിടുന്ന് ഒരുക്കുക വഴികൾക്കായി കുഹകൾക്കായി കർത്താവിനെ വാഴ്ത്തുന്നു. ഭൂമിയിലെ വിശുദ്ധന്മാരോ അവരെനിക്ക് പ്രസാദമുള്ള ശ്രേഷ്ഠന്മാർ തന്നെ അന്യദേവനെ കൈക്കൊള്ളുന്ന വേദന വർദ്ധിക്കും. അവരുടെ രക്തവാനികളെ അർപ്പിക്കില്ല. എന്റെ അവകാശത്തിനെയും പാനപാത്രയും യഹോവ നീ എനിക്കുള്ളവരെ പരിപാലിക്കുന്നു. അളവുകൊണ്ട് എനിക്ക് മനോഹരം അത് എനിക്ക് നല്ല വാഴ്ത്തും. എനിക്ക് ബുദ്ധി ഉപദേശിക്കുന്ന യഹോവയെ വാഴ്ത്തും. ഞാൻ യഹോവയെ എപ്പോഴും മുമ്പിൽ വെച്ചിരിക്കുന്നു. അവരുടെ വലത്തുവാദങ്ങൾ കുലുങ്ങി പോകരുത്. സംഗീതക്കാരൻ പറയുന്നത് പോലെ പപ്പാ ഇന്ന് പൽക്കാല സന്ധ്യാസമയം ഒന്നിച്ച് ഈ പ്രാർത്ഥന കൂട്ടായ്മയുമായി തിരുസലായിരിക്കാൻ കുപിക്കായി സ്തോത്രം ചെയ്ത് ഇത് ഡി എന്ന ദിവാസന്മാരെല്ലാവരും അനുഗ്രഹിക്കണമേ കർത്താവ്. ഈ പ്രസ്ഥാനത്തിന് വേണ്ടിയും പ്രാർത്ഥിക്കുന്നതിന്റെ ചുമതലക്കാരെല്ലാം ദൈവം കൊടുത്ത ദർശനത്തിനനുസരിച്ച് പ്രവർത്തിക്കുന്ന ദിവാസന്മാരെല്ലാവരെയും ദൈവം അത്ഭുതമായി അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യുമാറാകണമെന്ന് തിരുവനോട് ദൈവം പ്രാർത്ഥന എനിക്ക് സ്തോത്രം ചെയ്തു. കർത്താവ് ഈ സമയം തൃക്കരം അടികളെ സമർപ്പിക്കുകയാണ്. പ്രാർത്ഥിക്കേണ്ട പോലെ പ്രാർത്ഥിപ്പാൻ സഹായിക്കണേ. പിന്നെ ഈ ആത്മാക്കളെ കർത്താവ് കൂടി വരുത്തണമേ. വലിയൊരു ആത്മീയ അനുഗ്രഹം ഇതുമൂലം ഉണ്ടാകുവാൻ കർത്താവ് ഇടയാക്കേണ്ടതെന്ന് പ്രാർത്ഥിക്കുന്നത്. സംഘാടന എല്ലാം അനുഗ്രഹിച്ചാണ്. പാസ്റ്റർ ഹാർട്ട്ലി സാമുവലിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അതുപോലെ പാസ്റ്റർ സിജി ABS വേണ്ടി പ്രാർത്ഥിക്കുന്നു. മറ്റ് ആരൊക്കെ എല്ലാം അനുഗ്രഹിക്കണമേ. മേഘത്തിലേക്ക് കൂടിയിരുന്നാട്ട് ക്രിസ്തുവേശന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. പിതാവാദിയമേ കുവേണ്ടാക്കികൾക്ക് പരാകണമേ. ആമേൻ. സ്തോത്രം. കർത്താവിന്റെ നാമം ഒരു പ്രാവശ്യം കൂടെ വാഴ്ത്തപ്പെടട്ടെ. തുടർന്ന് നമുക്ക് ഒരുമിച്ച് കർത്താവിനെ പാടി ആരാധിക്കാനുള്ള സമയമാണ്. അതിനായിട്ട് ബഹുമാനപ്പെട്ട പിതാസി സുജി പ്രിയ പൈതല ജൊഹാനി ദൈവസന്നിധിയിലേക്ക് ക്ഷണിക്കുന്നു. കർത്താവിനെ സഹായിക്കുന്നു. സ്തോത്രം. ചില നിമിഷങ്ങൾ നമുക്ക് കർത്താവിനെ പാടി ആരാധിക്കാം. ഒരു മിനിറ്റ് സിസ്റ്ററെ, പപ്പ ആ സൗണ്ട് ഒന്ന് മ്യൂട്ട് ചെയ്യണേ. പപ്പ നീ ദൈവം വാഴ്ത്തും ഞാൻ നിന്നെ, സുസ്ഥിരമേ തവ നാമം, സുസ്ഥിരമേ തവ നാമം. ആഴിയെന്നോ അലകൾക്കു ഞാൻ തെല്ലും ഭയപ്പെട്ടില്ല. ആഴിയെന്നോർത്തില്ല ആഴമരാതില്ല, അലകൾക്കു ഞാൻ തെല്ലും ഭയപ്പെട്ടില്ല. ഇറങ്ങി ഞാൻ പ്രിയരേ സമുദ്രത്തിൻ നടുവിൽ, നിൻവേളി കേട്ടു പിൻവരുവാൻ. ഇറങ്ങി ഞാൻ പ്രിയനെ സമുദ്രത്തിൻ നടുവിൽ, നിൻവിളി കേട്ടു പിൻവരുവാൻ. യാഹേ നീ എൻ ദൈവം, വാഴ്ത്തും ഞാൻ നിന്നെ, സുസ്ഥിരമേ തവ നാമം, സുസ്ഥിരമേ തവ നാമം. അലറുന്നേ ആഴേ അതിഘോരം, തോന്നുന്നു ഭീതിയൻ ഹൃദിവാരം. അലറുന്നേ ആഴിലാളെ അതിഘോരം, തോന്നുന്നു ഭീതിയൻ ഹൃദിവാരം. പാദങ്ങളാഴത്തിൽ താഴുന്നു പ്രിയനേ, എന്തുകാത്രകരമതിനാ. പാഴങ്ങളാഴത്തിൽ താഴു
താഴുന്നു പ്രിയനേ കരമതിനാൽ യാഹേ നീ എൻ ദൈവം വാഴ്ത്തും ഞാൻ നിന്നെ സുസ്ഥിരമേ തവ നാമം സുസ്ഥിരമേ തവ നാമം എന്നിലും ഭക്തർ എന്നിലും ശക്തർ വീണുനഗ വീരകുമാരങ്ങളിൽ വീണവരിൽ യാഹേ നീ എൻ ദൈവം വാഴ്ത്തും ഞാൻ നിന്നെ സുസ്ഥിരമേ തവ നാമം സുസ്ഥിരമേ തവ നാമം ഈഹ ശക്തികളാകിലാവും ഭക്തരും വിപരീതം നീ അറിയോന്നേ ഏഹ ശക്തികളാകിലാവും ഭക്തനും വിപരീതം നീ അറിയോന്നേ താങ്ങുക കരത്തിൽ കാക്കുക ബലത്തിൽ സ്വർഗസിയോൻ പുരി വരെയോ താങ്ങുക കരത്തിൽ കാക്കുക ബലത്തിൽ സ്വർഗസിയോൻ പുരി വരെയോ യാഹേ നീ എൻ ദൈവം വാഴ്ത്തും ഞാൻ നിന്നെ സുസ്ഥിരമേ തവ നാമം സുസ്ഥിരമേ തവ നാമം ഒക്കള മുൻപിൽ പിന്മാറുകയോ പാടി വാതിലിൽ ഞാൻ തളരുകയോ ഓർക്കള മുൻപിൽ പിന്മാറുകയോ പാടി വാതിലിൽ ഞാൻ തളരുകയോ ഒന്നു ഞാൻ ചെയ്യുന്നു മുൻപിലേക്കോടുന്നു ഇതൊന്നു താനെ ലക്ഷ്യം ഒന്നു ഞാൻ ചെയ്യുന്നു മുൻപിലേക്കോടുന്നു ഇതൊന്നു താനെ ലക്ഷ്യം യാഹേ നീ എൻ ദൈവം വാഴ്ത്തും ഞാൻ നിന്നെ സുസ്ഥിരമേ തവ നാമം സുസ്ഥിരമേ തവ നാമം അർപ്പണം ചെയ്യൂ നിയോഗത്താൽ അല്പമേക്കുള്ളതെല്ലാം അർപ്പണം ചെയ്യൂ നിയോഗത്താൽ അല്പമേക്കുള്ളതെല്ലാം ഉന്നതനേ തവ സേവയിൻ ജീവിതം ഒന്നു മതി എനിക്കുലകിൽ ഉന്നതനേ തവ സേവയിൻ ജീവിതം ഒന്നു മതി എനിക്കുലകിൽ യാഹേ നീ എൻ ദൈവം വാഴ്ത്തും ഞാൻ നിന്നെ സുസ്ഥിരമേ തവ നാമം സുസ്ഥിരമേ തവ നാമം സുസ്ഥിരമേ തവ നാമം സുസ്ഥിരമേ തവ നാമം എല്ലാ നാവും പാടി വാഴ്ത്തും ആരാധ്യരാമേശുവേ എല്ലാ നാവും പാടി വാഴ്ത്തും
ആരാധ്യനാമേശുവേ സ്തോത്രയാഗം അർപ്പിച്ചെന്നു അങ്ങേ വാഴ്ത്തി സ്തുതിച്ചിടുന്നു. സ്തോത്രയാഗം അർപ്പിച്ചെന്നും അങ്ങേ വാഴ്ത്തി സ്തുതിച്ചിടുന്നു. യോഗ്യൻ നീ യേശുവേ സ്തുതികൾക്കു യോഗ്യൻ നീ. യോഗ്യൻ നീ യോഗ്യൻ നീ ദൈവ കുഞ്ഞാടേ നീ യോഗ്യൻ. യോഗ്യൻ നീ യോഗ്യൻ നീ ദൈവ കുഞ്ഞാടേ നീ യോഗ്യൻ. നിത്യമായി സ്നേഹിച്ചെന്നെ തിരുനിടത്താൽ വീണ്ടെടുത്തു. നിത്യമായി സ്നേഹിച്ചെന്നെ തിരുനിടത്താൽ വീണ്ടെടുത്തു. ഉയർത്തെന്നും ജീവിക്കുന്നു മരണത്തെ ജയിച്ചവനാ. ഉയർത്തെന്നും ജീവിക്കുന്നു മരണത്തെ ജയിച്ചവനാ. യോഗ്യൻ നീ യേശുവേ സ്തുതികൾക്കു യോഗ്യൻ നീ. യോഗ്യൻ നീ ദൈവ കുഞ്ഞാടേ നീ യോഗ്യൻ. യോഗ്യൻ നീ യോഗ്യൻ നീ ദൈവ കുഞ്ഞാടേ നീ യോഗ്യൻ. യോഗ്യൻ നീ യോഗ്യൻ നീ ദൈവ കുഞ്ഞാടേ നീ യോഗ്യൻ. കർത്താവിന്റെ വലിയ നാമം വീണ്ടും ഒരു പ്രാവശ്യം കൂടെ ഈ സന്ധ്യയെങ്കില് വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആരാധനയ്ക്ക് നേതൃത്വം വഹിച്ച പ്രിയപ്പെട്ടവരോടുള്ള നന്ദി അറിയിക്കുന്നു. തുടർന്ന് ദൈവ സന്നിധിയില് നമുക്ക് വിവിധ വിഷയങ്ങൾക്ക് വേണ്ടി ഒരുമിച്ച് പ്രാർത്ഥിക്കുവാനുള്ള സമയമാണ്. നമ്മുടെ പ്രാർത്ഥനാധ്വനി കേരള ചാപ്റ്ററിന്റെ പ്രാർത്ഥനാധ്വനി പ്രാർത്ഥനയുടെ കോർഡിനേറ്ററായും പ്രാർത്ഥനാധ്വനി കോട്ടയം ജില്ലാ ചെയർമാനായും സേവനമനുഷ്ഠിക്കുന്ന, അപ്പോൾ തന്നെ മൂലയിടം ഷാരോൺ ഫെലോഷിപ്പ് ദൈവ സഭയുടെ ശുശ്രൂഷകനും എന്റെ സ്നേഹിതനുമായിരിക്കുന്ന കഥാവിദാസൻ പ്രൊഫസർ അനീഷ് ജോർജ് അവരുടെ തുടർന്നുള്ള സമയം മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം വഹിക്കും. അതിനായി വളരെ സ്നേഹത്തോടെ ആദരവോടെ പ്രിയകഥാദാസനെ ദൈവസന്നിധിയിലേക്ക് ക്ഷണിക്കുന്നു. ദൈവത്തിന്റെ വലിയ നാമം ഈ രാത്രിയുടെ യാമത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രാർത്ഥന ഓൺലൈൻ കൂട്ടായ്മയായി ഇന്ന് രാത്രിക്കാലം നമുക്ക് ഇത്രയും പേർക്ക് കടന്നു വരുവാൻ കർത്താവ് ഒരുക്കിയ വിലപ്പെട്ട നല്ല അവസരത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഈ അനുഗ്രഹീതമായ കൂടിവരവ് ലീഡ് ചെയ്യുന്ന എൻ്റെ ആത്മാർത്ഥ സ്നേഹിതൻ കൂട്ടുപ്രവർത്തകൻ കർത്താദാസൻ സിജി ജോൺസൺ അവറുകൾ, അനുഗ്രഹീതമായ ഗാനശുശ്രൂഷയ്ക്ക് നേതൃത്വം കൊടുത്ത പ്രിയ സുജാൻറ്റി, പ്രിയ മകള്, സന്നിരായിരിക്കുന്ന ബഹുമാനരായ എല്ലാ ദൈവദാസന്മാർക്കും എല്ലാ സഹോദരങ്ങൾക്കും വിശേഷ കർത്താവ് ബേഡ്സൺ ഡാനിയൽ പാസ്റ്ററിന് കൂടപ്പെട്ട എല്ലാവർക്കും നിസ്തുനായ ക്രിസ്തേശുവിന്റെ നാമത്തിലുള്ള ക്രിസ്തീയ വന്ദനത്തെ അറിയിക്കുന്നു. മുകുരളെ പറഞ്ഞ സമയത്തെ ദീർഘമാക്കുന്നില്ല. ചില മിനിറ്റുകൾ പ്രാർത്ഥനകൾക്ക് വേണ്ടി നാം നമ്മുടെ സമയങ്ങളെ വേർതിരിക്കുകയാണ്. നമുക്കറിയാം, ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒരു ശുശ്രൂഷയാണ് പ്രാർത്ഥന എന്ന് പറയും. വാഴ്ത്തപ്പെട്ട കർത്താവ് ഇഹലോകത്തിലായിരുന്നപ്പോൾ
തന്റെ ശിഷ്യന്മാരോട് ലോകത്തോടായിട്ട് വിളിച്ചു പറഞ്ഞു, മടുത്തു പോകാതെ നിങ്ങളെപ്പോഴും പ്രാർത്ഥിക്കണം. അതെ, മടുത്തു പോകാൻ സാധ്യതയുള്ള ഒരു വിഷയമാണ് പ്രാർത്ഥന എന്ന്. നമ്മുടെ ടൈറ്റിൽ തന്നെ പ്രാർത്ഥന ധ്വനി. നാം പ്രാർത്ഥന ധ്വനിയോടുള്ള ബന്ധത്തിലാണ് ഇന്ന് രാത്രി കാലം കൂടി വന്നിരിക്കുന്നത്. ഏതാണ്ട് 26 വർഷങ്ങൾക്ക് മുൻപ് കർത്താവിൽ നമ്മുടെ ദാസന്റെ ഹൃദയത്തിനകത്ത് കൊടുത്ത ദർശനപ്രകാരമാണ് ഈ പ്രവർത്തനം ഇത്രത്തോളം വളർച്ചയിലേക്ക് എത്തപ്പെടാനിടയായി തീർന്നത്. ആഗോളവ്യാപകമായി പ്രവർത്തിക്കുന്ന പ്രാർത്ഥന ധ്വനി എന്ന ഈ സംഘടനയെ, ഈ പ്രവർത്തനത്തെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് ഈ രാത്രിവേളയിൽ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ വ്യാപിച്ചു കിടക്കുന്ന ഈ പ്രവർത്തനം അനേകര് ഇതിനു മുമ്പിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. അനേകർ പല ഉത്തരവാദിത്തങ്ങൾ വഹിക്കുന്നു. അനേക ചാരിറ്റി പ്രവർത്തനങ്ങൾ, പ്രാർത്ഥനയാൽ കൈത്താങ്ങുക, വിവിധമാകുന്ന പദ്ധതികൾ, പ്രോജക്റ്റുകൾ തന്നെ പിൻപിലുണ്ട്. പ്രാർത്ഥനയുടെ ആഗോളവ്യാപകമായുള്ള എല്ലാ പ്രവർത്തനങ്ങളെയും വഹിച്ച്, പ്രവർത്തകരെ വഹിച്ച് ഒരു നിമിഷം നമുക്കൊന്ന് സ്തോത്രം ചെയ്യാമല്ലോ. സ്തോത്രം, 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 സ്തോത്രം. പ്രാർത്ഥനയുടെ ആഗോളവ്യാപകമായുള്ള എല്ലാ പ്രവർത്തകരെയും പ്രവർത്തനങ്ങളെ വഹിച്ച് പിന്നെയും ചില രാജ്യങ്ങളിലൂടെ ഇത് വ്യാപിക്കേണ്ടതിന്, ചിലരെ കൂടെ ഇതിലേക്ക് കർത്താവ് കൂട്ടി വരുത്തേണ്ടതിന്, ഈ പ്രവർത്തനങ്ങളൊക്കെ ദൈവനാമ മഹത്വത്തിന് കാരണമായി തീരേണ്ടതിന് നാം ഒരുമിച്ച് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുമ്പോൾ ഈ വിഷയത്തെ വഹിച്ച് ചുരുക്കം വാചകത്തിൽ ഒരാൾക്ക് സതുയർത്തി ദൈവസന്നിധിയിൽ പ്രാർത്ഥനയിൽ സഹായിക്കാമല്ലോ. പരിശുദ്ധനായ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, തിരുനാമത്തിനായി നന്ദിയുള്ള ഹൃദയത്തോട് കർത്താവിനെ സ്തുതിക്കുന്നു. കർത്താവെ, ഒരു ദിവസം കൂടെ കർത്താവ് ഞങ്ങൾക്ക് ദാനം നൽകിയല്ലോ. ഞങ്ങളുടെ പ്രാർത്ഥനയുടെ കേരള ചാപ്റ്ററിന്റെ കീഴിൽ കർത്താവ് ഞങ്ങൾക്ക് ഒന്നിച്ച് കൂടി വരുവാൻ തക്കോണം കർത്താവ് ഞങ്ങളോട് കാണിച്ചിരിക്കുന്ന മഹാദേവിക്കായി കർത്താവിനെ വാഴ്ത്തുന്നു. പ്രത്യേകിച്ച് ദൈവമേ, ഞങ്ങളുടെ പ്രാർത്ഥന ധ്വനി എന്നുള്ള കർത്താവെ ഈ കൂട്ടായ്മയപ്പന്റെ കാര്യങ്ങളിലേക്ക് പൂർണ്ണമായി ബലമേൽപ്പിക്കുന്നു. ഈ കർത്താവിന്റെ ദാസൻ പറഞ്ഞതുപോലെ 26 വർഷങ്ങൾക്ക് മുമ്പ് ആമൻ കർത്താവിന്റെ ദാസൻ കർത്താവെ ദൈവദാസന് കൊടുത്ത ദർശനം ഇന്നയോളം അത് മങ്ങിപ്പോകാതെ ഉള്ള പ്രാർത്ഥന ധ്വനിയായി പല രാജ്യങ്ങളിൽ വ്യാപരിക്കുവാൻ തക്കോണം ദൈവം കൃപ ചെയ്ത് ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇതിന്റെ കർത്താവെ സഹകരികളായി ലോകത്തിന്റെ വിവിധ മേഖലകളിൽ കർത്താവ് അനേക ഭക്തന്മാർ ഇതിൽ ജോയിൻ ചെയ്ത് കർത്താവ് അനേക വിഷയങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ. കർത്താവ് ദൈവമേ, ദാസന് കൊടുത്ത ദർശനം അത് മങ്ങിപ്പോകാതെ കൊണ്ട് ദൈവമേ, ഇത്രത്തോളം ജനത്തെ ഓരോ കാലഘട്ടങ്ങളിൽ ഇതില് ഈ കുടുംബത്തിലെ കർത്താവ് അംഗങ്ങളാക്കി തീർത്തുകൊണ്ടിരിക്കുന്ന ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകാൽ വീണ്ടും കർത്താവ് ഇപ്പോഴുള്ള അവസ്ഥയിൽ നിന്നൊരു വലിയ മാറ്റം വീണ്ടും കർത്താവ് മറ്റു രാജ്യങ്ങളിലേക്ക്, ലോകരാജ്യങ്ങളിലേക്ക്, അന്തർദേശീയപരമായി വീണ്ടും അനേക രാജ്യങ്ങളിലേക്ക് ഇതിന്റെ പ്രവർത്തനങ്ങൾ കർത്താവെ മുന്നേറുവാൻ തക്കോണം അത് അനേകരുടെ വിടുതലിന് കാരണമായി തീരും, അനേക രക്ഷയ്ക്ക് കാരണമായി കർത്താവ് കാരണമാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ദൈവത്തിന്റെ വചനം പറയുന്ന പോലെ ഞങ്ങൾക്കല്ലേ ഹോവേ, ഞങ്ങൾക്കല്ല, ഞങ്ങളുടെ നാമമഹത്വത്തിന് അത് കാരണമായി തീരുമ്പോൾ കർത്താവിന്റെ വലിയ പ്രവൃത്തി വെളിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, പ്രത്യേകിച്ച് ഞങ്ങളുടെ കേരള ചർച്ച കാര്യങ്ങളിലേക്ക് ഭാരമേൽപ്പിക്കുന്നു. കർത്താവെ ദൈവമേ, കർത്താവെ ഇതിന്റെ ഹല്ലേലൂയ യൂണിറ്റുകളുടെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയൊക്കെ വളരെ ഉത്സാഹികളായി കർത്താവ് മുമ്പിൽ നിന്ന് പ്രവർത്തിക്കുന്ന ദൈവഭക്തന്മാർക്കായി സ്തോത്രം ചെയ്യുന്നു. സ്വർഗത്തിലെ വലിയ ദൈവത്തിന്റെ പ്രവൃത്തി ദൈവമേ ഈ കാലഘട്ടങ്ങളിൽ ഞങ്ങളുടെ മറ്റു ജില്ലകളിലേക്ക് 6 ജില്ലകളിലേക്ക് കർത്താവ് ഇതിന്റെ യൂണിറ്റുകൾ പ്രവർത്തിക്കുവാൻ തക്കോണം ഇടയാക്കിക്കൊണ്ടിരിക്കുന്നു. കർത്താവ് മറ്റ് ആ മേഖലകളിലേക്ക്, മറ്റു ജില്ലകളിലേക്ക് കർത്താവ് ഇതിന്റെ പ്രവർത്തനങ്ങള് ശക്തമായി നടക്കണം. കർത്താവെ ഹല്ലേലൂയ, വടക്കേ പ്രദേശങ്ങളില് ഗുജറാത്തിലൊക്കെ കർത്താവെ ഹല്ലേലൂയ ഇതിന്റെ പ്രവർത്തനങ്ങളെല്ലാം ശക്തമായി തീരേണ്ടതിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അത്ഭുതം ചെയ്യണമേ. പ്രാർത്ഥന ധ്വനി എന്നുള്ള ധ്വനിയായി വിവിധ രാജ്യങ്ങളിലേക്ക് വേണ്ടത് അലയടിച്ച് കടന്നു പോകുവാൻ, അത് ദൈവനാമ മഹത്വത്തിന് കാരണമായി തീരുവാൻ കർത്താവ് കൃപ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ കരങ്ങളിലേക്ക് ഭാരമേൽപ്പിക്കുന്നു. ഇതിൽ അംഗങ്ങളായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും, ചെറിയവരെ വലിയവരെ എല്ലാം കർത്താവിന്റെ കരങ്ങളിലേക്ക് ഭാരമേൽപ്പിക്കുന്നു, ബലപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്താട്ടെ. പ്രത്യേകിച്ച് കർത്താവിന്റെ ദാസൻ ബൽഷനാനിൽ ഭാഷനെ ഈ കർത്താവ് കുടുംബത്തെ പിന്നെ കരങ്ങളിലേക്ക് ഭാരമേൽപ്പിക്കുന്നു. കർത്താവ് ദൈവമേ, ഞങ്ങൾ ആഗ്രഹിക്കുകയും അല്ലെങ്കിൽ പ്രാർത്ഥിക്കുകയും ചെയ്ത പ്രകാരം ഞങ്ങളുടെ ഇളമ്പള്ളിക്കൽ കൺവെൻഷനൊക്കെ വളരെ മനോഹരമായി തീരുവാന്നൊക്കെ ദൈവം ചെയ്തല്ലോ. എന്റെ പിന്നിൽ പ്രവർത്തിച്ച ദൈവത്തിന്റെ വലിയ നാമത്തെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം, എന്റെ വലിയ സാന്നിധ്യത്തെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്തു. വീണ്ടും കൃപയിൽ ആശ്രയിക്കുന്ന അത്ഭുതങ്ങൾ ഞങ്ങളെ പ്രാർത്ഥനയിലൂടെ നടക്കട്ടെ. അനേക ആത്മീയ കർത്താവെ ഹല്ലേലൂയ കൺവെൻഷനുകള്, മറ്റ് പ്രോഗ്രാമുകളെല്ലാം നടക്കുവാൻ കർത്താവ് കൃപ ഒരുക്കിയാട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നില്ല. ദൈവനാമ മഹത്വത്തിന് ഒരുക്കും. പ്രധാനയുടെ കർത്താവദാസനായി ഇന്ന് വൈകിയ സമയത്ത് ഞങ്ങളെ പാതപ്പെടുത്താതിരിക്കുന്ന ഞങ്ങളുടെ ജീവിതത്തെ ഏറെ സന്തോഷിപ്പാൻ മഹാദൈവം കാരണമാക്കി തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശു കർത്താവിന്റെ അതിപരിശുദ്ധ നാമത്തെ സർവവിശുദ്ധത്തെ പ്രാർത്ഥിക്കുന്നു. ഇവിടെ സഹായിക്കണമേ സ്വർഗീയ പിതാവാം ദൈവമേ,
കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേട്ട വിഷയങ്ങളുടെ മേൽ ദൈവമഹത്വം വെളിപ്പെടുത്താൻ പോകുന്നത് ഓർത്ത് വിശ്വാസത്തോടെ നമുക്ക് സ്തോത്രം ചെയ്യാം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. കർത്തൃദാസൻ പ്രാർത്ഥനയിലൂടെ തന്നെ കേരള ചാപ്റ്ററിനെയും അതിന്റെ പ്രവർത്തനങ്ങളെയും യുവദാസന്മാരെയും മെൻസബാസിനെയും കുടുംബത്തെയും എല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുവാനായിട്ട് ഇടയായി തീർന്നു. ഇനിയും ഞാൻ ആ വിഷയത്തിലേക്ക് കടക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. ആ വിഷയങ്ങളെല്ലാം വഹിച്ച് ആദിന കർത്തൃദാസൻ പ്രാർത്ഥനയിൽ നമ്മെ സഹായിച്ചല്ലോ. സമയപരിധി നമ്മുടെ മുൻപിലുണ്ട്. നമ്മുടെ കേരള സംസ്ഥാനത്തെ, നമ്മുടെ പ്രാർത്ഥനയുടെ ചാപ്റ്ററിനെ അല്ല, കേരള സംസ്ഥാനത്തെ വഹിച്ച് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നാം അവർ പറയുന്ന പോലെ ഇന്ന് ഒരു പുതിയ ഭരണകൂടം നിലവിൽ വന്നിരിക്കുകയാണ്. സത്യപ്രതിജ്ഞയൊക്കെ ചെയ്ത് അധികാരമേറ്റ് UDF സർക്കാർ 10 വർഷത്തിന് ശേഷം അധികാരമേറ്റിരിക്കുക. ദൈവദാസന്മാർക്ക്, ദൈവസഭകൾക്ക് സാന്ദ്രത്തോടെ, നമുക്ക് മറ്റൊന്നും അല്ല നമ്മൾ പ്രതീക്ഷിക്കുന്നത്, ദൈവദാസന്മാർക്ക് സാന്ദ്രത്തോടെ കർത്താവിന്റെ നാമത്തെ ഉയർത്തേണ്ടത് ആവശ്യമാണ്. ഭവനങ്ങളിൽ കയറിയിറങ്ങി ലഘുലേഖ വിതരണങ്ങൾ, ഭവന സന്ദർശനങ്ങൾ നടത്തേണ്ടത് ആവശ്യമാണ്. പരസ്യമായി ദൈവനാമത്തെ ഉയർത്തേണ്ടത് ആവശ്യമാണ്. സാധാരണക്കാരായ ജനങ്ങൾക്ക് ജീവിക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഒരുക്കപ്പെടേണ്ടത് ആവശ്യമാണ്. ഇന്ന് പകൽക്കാലം അധികാരമേറ്റിരിക്കുന്ന നമ്മുടെ മുഖ്യമന്ത്രിമാര്, നമ്മുടെ മറ്റു മന്ത്രിമാര്, നമ്മുടെ സ്പീക്കർ, മറ്റധികാരത്തിലേറ്റിരിക്കുന്ന സകലരെയും ഓർത്തുകൊണ്ട് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കുക. വളരെ നന്നായി, വളരെ ഭംഗിയോടെ അടുത്ത 5 വർഷക്കാലം കർത്താവിന് താമസിച്ചാൽ പ്രിയപ്പെട്ട ഒരു നേതൃത്വം കൊടുക്കുമ്പോൾ അത് ക്രിസ്ത്യൻ സംഘടനകൾക്ക് സഭാ വ്യത്യാസമില്ലാതെ, സംഘടനാ വ്യത്യാസമില്ലാതെ അത് വലിയൊരു അനുഗ്രഹത്തിന് കാരണമായി തീരേണ്ടതിന് ആരും ഒരു കുറവും ആരും ഒരു പോരായ്മയും പറയാൻ ഇടവരാതെ വണ്ണമുള്ള നല്ലൊരു ഭരണകൂടം കാഴ്ചവെക്കേണ്ടതിന് നമുക്ക് ഒരുമിച്ച് ഇന്ന് രാത്രികാലം പ്രാർത്ഥിക്കുക. കേരള സംസ്ഥാനത്തെ അതിന് 14 ജില്ലകളെ സ്വതന്ത്രത്തോടെ ഏൽപ്പിക്കുക. ഓരോ ജില്ലകളില്, ഓരോ ബ്ലോക്കുകളില്, ഓരോ വില്ലേജുകളില്, ഓരോ ഗ്രാമങ്ങളിൽ ദൈവപ്രവൃത്തി വെളിപ്പെടേണ്ടതിന് ായി പ്രവർത്തിക്കുന്ന എല്ലാ ദൈവസഭകളെ, എല്ലാ ദൈവദാസന്മാരെ ഏൽപ്പിച്ചുകൊണ്ട് ഇന്ന് രാത്രിയിൽ ഇന്ന് പകൽക്കാലം ചുമതലയേറ്റിരിക്കുന്ന എല്ലാ മന്ത്രിമാരെയും നമ്മുടെ സംഘാടകരെ എല്ലാം വഹിച്ച് സംസ്ഥാനത്തിന്റെ എല്ലാ ഭരണകൂടങ്ങളെ വഹിച്ചുകൊണ്ട് നാം ആത്മാവിൽ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുമ്പോൾ ഈ പറയപ്പെട്ട വിഷയത്തെ വഹിച്ചുകൊണ്ട് വീണ്ടും ഒരാൾക്ക് ശബ്ദം ഉയർത്തി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാമല്ലോ. പിതാവേ, വിശ്വസ്ത കർത്താവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല നിമിഷത്തിനായി സ്തോത്രം ചെയ്യുന്നു. പ്രാർത്ഥന കേരള ചാപ്റ്ററിനെതിരെ പ്രാർത്ഥനയ്ക്കായി ഞങ്ങൾക്ക് ഒരുമിച്ച് ഞങ്ങളുടെ തിരുസന്നിധി കടന്നു വരുവാൻ കർത്താവ് ഒരുക്കിയ നല്ല നിമിഷത്തിനായി ഞങ്ങൾ നന്ദിയോടെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. പ്രത്യേകിച്ച് കർത്താവെ, ഞങ്ങളുടെ കേരള സ്റ്റേറ്റിന്, കേരളത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ സ്വദേശമാകുന്ന കേരളത്തിൽ കർത്താവെ ഇന്ന് പുതുതായിട്ട് ഭരണമേറ്റെടുത്തതായ ദൈവമേ, ആ പ്രവർത്തനത്തിനായി പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ സാന്നിധ്യം ഉണ്ടാകാൻ ഒരു സത്യപ്രതിജ്ഞ ചെയ്ത് കർത്താവെ ആ നേതൃത്വം ഏറ്റെടുക്കുവാനിടയായി, ഞങ്ങളുടെ മന്ത്രിമാർ ഓരോ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുവാനിടയായി കർത്താവെ അവർ പറഞ്ഞതായ ഓരോ വാക്കുകളും കർത്താവെ ദൈവഹിതപ്രകാരം വിദേശത്തെ മുമ്പോട്ട് ഭരിച്ചുകൊണ്ടുവരാൻ ആവശ്യമാവുന്ന ദൈവീയ ബുദ്ധിയും ദൈവീയ ജ്ഞാനവും ഒക്കെ ദൈവർക്ക് ദാനമായി കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഭരണാധികാരികൾക്ക് വേണ്ടി രാജാക്കന്മാർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ ഞങ്ങളുടെ വനിതകൾ പറഞ്ഞിട്ടുണ്ടല്ലോ കർത്താവെ. ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങളുടെ കേരള സംസ്ഥാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ദേശം അനുഗ്രഹിക്കപ്പെടണമേ കർത്താവെ. ഞങ്ങളുടെ ദേശം ദൈവത്തിൽ അനുഗ്രഹിക്കപ്പെടുവാൻ ദൈവം സഹായിക്കണമേ. കഴിഞ്ഞ നാളിലൊക്കെ കർത്താവെ പലവിധമായ പ്രതിസന്ധികള്, അപകടങ്ങൾ, അനർത്ഥങ്ങൾ, മദ്യപാനങ്ങൾ, മയക്കുമരുന്നുകൾ, പലവിധമായ പ്രശ്നങ്ങളിൽ കൂടിയൊക്കെ കടന്നുപോയിട്ടുണ്ട് കർത്താവെ. ദൈവമേ, അതിനെല്ലാവരും മാറ്റം ഉണ്ടാകുവാൻ ദൈവത്തിന്റെ ആത്മാവെ ഞങ്ങൾ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മന്ത്രിമാരോട് ദൈവത്തിന്റെ ആത്മാവിടെ വരണമേ. നീതിയോടെ ന്യായത്തോടൊക്കെ കർത്താവെ ഭരിപ്പാൻ ആവശ്യമായ വിശേഷമായ ജ്ഞാനവും ബുദ്ധിയും ദൈവർക്ക് ദാനമായി കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ നാമം മഹത്വപ്പെടുവാൻ ദൈവം സഹായിക്കണമേ. ദൈവസഭകൾക്ക് ഒരു അനുഗ്രഹമായി തീരുവാൻ, ദൈവമക്കൾക്ക് ഒരു അനുഗ്രഹമായി തീരുവാൻ, ദേശത്തിന് അനുഗ്രഹമായി തീരുവാൻ എന്റെ കർത്താവെ ഞങ്ങൾ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഒരുമിച്ച് കർത്താവെ കേരളത്തിൽ നിന്ന് കർത്താവെ പുതുതായിട്ട് ദൈവമേ ആ നേതൃത്വ സ്ഥാനത്തേക്ക് വന്നായ മന്ത്രിമാരെല്ലാവരും ഒരുമിച്ച് ഞങ്ങൾ പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു കർത്താവെ. സകലമാനവും മഹത്വം കർത്താവിന് അർപ്പിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേട്ട് നാം പ്രാർത്ഥിച്ച വിഷയത്തിന്മേൽ അത്ഭുതം പ്രവർത്തിച്ച് വിടുതലോടെ നടത്താൻ പോകുന്നത് ഓർത്ത് നമുക്ക് സ്തോത്രം ചെയ്യാം. സ്തോത്രം, 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 സ്തോത്രം. ദേവദാസന്മാരെ, പ്രിയമുള്ളവരെ, നാം വിവിധ ഇടങ്ങളിൽ നിന്നുകൊണ്ടാണ് ഈ മീറ്റിംഗിൽ പങ്കെടുക്കുന്നത്. ഒരുപക്ഷെ വ്യക്തിപരമായോ കുടുംബപരമായോ സഭാപരമായോ ഏതെങ്കിലും പ്രാർത്ഥന വിഷയങ്ങൾ പങ്കുവെക്കുവാനായിട്ട് നമുക്കുണ്ടാകാം. അങ്ങനെ ആർക്കെങ്കിലും അടിയന്തരമായ അത്യാവശ്യമായ ഏതെങ്കിലും പ്രാർത്ഥനാ വിഷയം പങ്കുവെക്കാനായിട്ടുണ്ടെങ്കിൽ അത് ഓർപ്പിച്ചാൽ
ആ വിഷയങ്ങൾ നാം ശ്രദ്ധയോടെ കേട്ട് ആ വിഷയത്തിന് കൂടെ പ്രാർത്ഥിക്കുന്നതായിരിക്കും. അപ്രകാരം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഈ സമയം ഓർപ്പിക്കാം. അതിനായി ചില മിനിറ്റുകൾ, ചില സെക്കൻഡുകൾ വേർതിരിക്കുന്നു. ഒരു പ്രാർത്ഥനാ വിഷയം ഓർപ്പിക്കുന്നത് നമ്മുടെ കൊല്ലം ജില്ലയുടെ കോർഡിനേറ്റർ ആയിരിക്കുന്ന ദാസൻ മോൻസി സക്കറിയൻ കുടുംബം. അവര് കുടുംബമായിട്ട് പനിയാൽ ഭാരപ്പെടുന്നു. അല്പം മുമ്പേ മെസ്സേജ് അയപ്പാൻ ഇടയായി തീർന്നു. കുറേ മോൻസി നമുക്കറിയാം, അല്ലാതെ ശുശ്രൂഷകൾ എപ്പോഴും തിരക്കോടെ ഓടുന്നവരാണ്. എന്നാൽ കുടുംബമായിട്ട് അവർ സുഖമില്ലാതെ ഇരിക്കുന്നു. പ്രത്യേകിച്ച് ഈ മീറ്റിംഗിൽ പ്രാർത്ഥിക്കണമെന്ന് ഓർപ്പിച്ചിട്ടുണ്ട്. ബ്രദർ മോൻസി സക്കറിയൻ കുടുംബത്തെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. മറ്റേതെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ പറഞ്ഞാൽ അതോടെ ചേർത്ത് നമുക്ക് പ്രാർത്ഥിക്കാമായിരുന്നു. ദാസിനെ, നമ്മുടെ ട്രിവാൻഡ്രം യൂണിറ്റിന്റെ ഒരു പ്രവർത്തനം, ഒരു ഓൺലൈൻ മീറ്റിംഗ് നാളെ നടത്തുമെന്നൊക്കെ ആഗ്രഹിക്കണം. 9 മുതൽ 10 വരെ എല്ലാവരും അതിൽ സഹകരിക്കുമെന്നൊക്കെ പ്രാർത്ഥന അപേക്ഷിക്കും. പ്രിയമുള്ളവരെ, കർത്താവ് പാസ്റ്റ പറഞ്ഞ പ്രാർത്ഥന വിഷയം കേട്ടുവല്ലോ. കർത്താവ് മോൻസി സക്കറിയ കുടുംബം പനിയാൻ വളരെ ഭാരപ്പെടുന്നു. ഇന്ന് രാത്രി നാം ഒരുമിച്ച് പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ തന്നെ അവൻ തന്നെ വചനമയച്ചവരെ സൗഖ്യമാക്കി എന്ന് നാം വായിക്കുന്നു. ഇന്ന് രാത്രികാലം പൂർണ്ണമായ ഒരു വിടുതൽ, പൂർണ്ണമായ ഒരു സൗഖ്യം ആ ദാസന്റെ മേല്, തന്റെ കുടുംബത്തിന് മേൽ കർത്താവ് ഒരുക്കേണ്ടതിന് വേണ്ടി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഈ സഭ, ഈ കൂടിവരവ് പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ തന്നെ അസാധാരണമായ ഒരു രോഗസൗഖ്യം നിന്റെ മക്കളുടെ മേൽ കൽപ്പിക്കപ്പെടേണ്ടതിനായി നമുക്ക് ഒരുമിച്ച് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കാം. അങ്ങേ തൊട്ടവരും അങ്ങ് തൊട്ടവരൊക്കെ സൗഖ്യം പ്രാപിച്ചുവെന്ന് വചനത്തിലൂടെ നാം വായിക്കുന്നു. തന്റെ അടിപ്പിടലുകളാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നുമിരിക്കുന്ന നമ്മൾ വായിക്കുന്നത് പോലെ ദൈവത്തിന്റെ ഒരു പ്രവൃത്തി വെളിപ്പെടേണ്ടതിനായി പ്രാർത്ഥിക്കാം. തിരുവനന്തപുരം യൂണിറ്റിന്റെ ഒരു ഓൺലൈൻ മീറ്റിംഗ് നാളെ രാത്രി കാലം നടക്കുന്നു. ആ മീറ്റിംഗിന്റെ അനുഗ്രഹത്തിന് വേണ്ടി നമ്മളോട് പ്രാർത്ഥന ആവശ്യപ്പെട്ടിരിക്കുന്നു. അനേക സഹോദരന്മാര്, അനേക ദൈവമക്കള്, അനേക ദൈവദാസന്മാര് ആ മീറ്റിംഗ് ജോയിൻ ചെയ്യേണ്ടതിന് നടക്കുന്ന പാട്ടും പ്രാർത്ഥനയും ആരാധനയും വചന ശുശ്രൂഷകളൊക്കെ വലിയ അനുഗ്രഹത്തിന് കാരണമായി തീരേണ്ടതിന് ആ മീറ്റിംഗിന്റെ അനുഗ്രഹത്തിനായും നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. വ്യത്യാസം വരുത്തിയ ദൈവമാണ്. അങ്ങ് ഞങ്ങളെ സൗഖ്യമാക്കിയ ദൈവമാണ് കർത്താവ്. പ്രാർത്ഥിക്കുന്നു. പ്രിയ മോൻസി പാസ്റ്റർക്കായി കുടുംബത്തിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ആ കുടുംബത്തെ കർത്താവ് സ്തോത്രം സൗഖ്യമാക്കണമേ. പനിയുടെ അസ്വസ്ഥതയാൽ അവർ ഭാരപ്പെടുന്ന എല്ലാ ശാരീരിക ബുദ്ധിമുട്ടിന്റെ നടുവിലും സ്വർഗത്തിലെ ദൈവമേ അവരെ സൗഖ്യമാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ശുശ്രൂഷകൾക്കോ കർത്താവെ ദൈവമേൽപ്പിച്ച കർത്താവെ ഉത്തരവാദിത്തങ്ങൾക്കോ ഒരു തടസ്സവും ഉണ്ടാകാതെ സ്തോത്രം ഈ രോഗാത്മാവിനെ അവിടുന്ന് ശാസിക്കുന്നതിനായി സ്തോത്രം. നാളെ പകൽ കർത്താവെ സ്തോത്രം സന്തോഷത്തോടെ സൗഖ്യമായ വാർത്ത കേട്ടങ്ങേ സ്തുതിപ്പാൻ ദൈവം അവസരം നൽകുന്നതിനായി സ്തുതിക്കുന്നു കർത്താവെ. പറയപ്പെട്ട ട്രിവാൻഡ്രം യൂണിറ്റിന്റെ മീറ്റിങ്ങിനായി സ്തോത്രം ചെയ്യുന്നു കർത്താവെ. വലിയ അനുഗ്രഹമായി തീരുവാനിടയാകണമേ കർത്താവെ. ആഗ്രഹത്തോടെ ജനം കർത്താവെ ജോയിൻ ചെയ്യുവാൻ കർത്താവ് സഹായിക്കണമേ. ദൈവസന്നിധിയിൽ കർത്താവെ സ്തോത്രം പ്രാർത്ഥനാധ്വനിയുടെ കർത്താവെ തിരുവനന്തപുരം യൂണിറ്റിന്റെ പ്രയർ കർത്താവെ സ്തോത്രം അനുഗ്രഹമായി, പ്രവർത്തനം അനുഗ്രഹമായി കർത്താവെ സ്തോത്രം ഇവിടുന്ന് തീർക്കുന്നതിനായി സ്തോത്രം. ഇവിടെയുള്ള എല്ലാ കർത്തൃദാസന്മാരെയും ദാസിമാരെയും ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ. അനുഗ്രഹപ്രദമായ കർത്താവ് ഒരു കൂട്ടായ്മ നൽകി തന്ന അങ്ങയുടെ നാമത്തിന്റെ മഹത്വം ഞങ്ങളിൽ വെളിപ്പെടുന്നതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ പ്രിയ പിതാവേ, ആമേൻ, ആമേൻ. കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേട്ട് കർത്തദാസന്റെ കുടുംബത്തിന് പരിപൂർണ്ണ സൗഖ്യം ഇന്ന് രാത്രി കൽപ്പിക്കാൻ പോകുന്നതിനായി നമുക്ക് സ്തോത്രം ചെയ്യാം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. നാളെ നടക്കുന്ന ഓൺലൈൻ മീറ്റിംഗിനെ കർത്താവ് അനുഗ്രഹിക്കാൻ പോകുന്നതിനായി നമുക്ക് സ്തോത്രം ചെയ്യാമല്ലോ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. മറ്റാർക്കെങ്കിലും പ്രാർത്ഥന വിഷയം ഉണ്ടെങ്കിൽ? ഇല്ല എന്ന് കരുതുന്നു. ഇന്ന് രാത്രി കാലത്തെ കൂടിവരവിന്റെ അനുഗ്രഹത്തിനായി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. തുടർന്ന് നടക്കുന്ന വചന ശുശ്രൂഷ ഏറ്റവും അനുഗ്രഹമാകേണ്ടതിന് കർത്തദാസനെ ശക്തമായി ഇന്ന് രാത്രിയിൽ ഉപയോഗിക്കേണ്ടതിന് കേൾക്കുന്ന ദൈവത്തിന്റെ വചനം അത് ഏറ്റവും അനുഗ്രഹമായി മാറേണ്ടതിന് രോഗസൗഖ്യത്തിന് വിടുതലിന് കാരണമായി തീരേണ്ടതിന് നാം സമയം കണ്ടെത്തി ഈ മീറ്റിംഗിൽ സംബന്ധിക്കുമ്പോൾ, നാം പാടുമ്പോൾ, നാം പ്രാർത്ഥിക്കുമ്പോൾ, നാം ആരാധിക്കുമ്പോൾ, നാം വചനം കേൾക്കുമ്പോൾ അസാധാരണമായ ദൈവ പ്രവൃത്തി നമ്മുടെ കൂടാരങ്ങളിൽ വെളിപ്പെട്ടു വരേണ്ടതിന്, ഈ പ്രവർത്തനങ്ങളിൽ വെളിപ്പെട്ടു വരേണ്ടതിന്, വിശാലതകളെ സ്വർഗം കൽപ്പിക്കേണ്ടതിന് ഒരുമിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. അൻപുള്ള ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, നല്ല രാത്രി വേളയ്ക്കായി സ്തോത്രം. പ്രാർത്ഥനയുടെ ഓൺലൈൻ മീറ്റിംഗായി ഞങ്ങൾ ഒരുമിച്ച് കടന്നു വന്ന് ദൈവസന്നിധി പാടുവാനും
പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും നൽകി തരുന്ന വിലപ്പെട്ട നല്ല അവസരത്തിനായി സ്തോത്രം. നടക്കുന്ന വചന കേൾവിയുടെ അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കും. ദൈവവചനം സംസാരിക്കുന്ന പ്രിയപ്പെട്ടവരെ ശക്തമായി കർത്താവ് ഉപയോഗിക്കണമേ. മാനുഷികമായ ശബ്ദമല്ല, ക്രൂശിന്റെ വചനം കർത്താവ് ആഴമായി ശക്തമായി കേൾക്കേണ്ടതിന് അത് ഞങ്ങളുടെ കാതുകൾക്ക്, അത് ഞങ്ങളുടെ ശരീരത്തിന്, അത് ഞങ്ങളുടെ മാനസിക നിലവാരങ്ങൾക്ക് ബലമായി മാറേണ്ടതിനായി ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഈ രാത്രികളെ സന്നിഹിതരായിരിക്കുന്ന എല്ലാവർക്കുമായി സ്തോത്രം. ഓരോ കുടുംബങ്ങൾക്കായി, വ്യക്തികൾക്കായി സ്തോത്രം. എല്ലാ ദൈവദാസന്മാർക്കായി സ്തോത്രം. പ്രാർത്ഥനയുടെ എല്ലാ സംഘാടകർക്കായി സ്തോത്രം. ഉത്തരവാദിത്വം വഹിക്കുന്നവർക്കായി സ്തോത്രം. പ്രാർത്ഥനയാൽ കൈത്താങ്ങുന്നവർക്കായി സ്തോത്രം. പിന്നെയും കർത്താവ് ഞങ്ങളെ സഹായിക്കണം. തുടർന്നുള്ള എല്ലാ മീറ്റിങ്ങുകളെയും കർത്താവ് ആദരിക്കണം. എല്ലാ മഹത്വവും അങ്ങേക്ക്. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു കർത്താവിൻ അൻപുള്ള നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് നമ്മുടെ പ്രാർത്ഥനകളെ കേട്ട് നമ്മെ അനുഗ്രഹിക്കാൻ പോകുന്നതോർത്ത് നമുക്ക് സ്തോത്രം ചെയ്യാം. ഇവരെ സമയം ഒരുക്കി തന്ന കർത്തദാസങ്ങൾ നന്ദി അറിയിക്കുന്നു. കർത്താവ് നമ്മെ സഹായിക്കണം. വീണ്ടും കാര്യങ്ങളെ ക്രമീകരിക്കാം. കർത്താവിന്റെ നാമം വീണ്ടും ഒരു പ്രാവശ്യം കൂടെ ഈ സന്ധ്യയെങ്കില് വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവഭാഗം നമുക്ക് ഒരുമിച്ച് കൂടി വരുവാനും ഇത്രത്തോളം സമയങ്ങളും വിഷയങ്ങൾക്ക് വേണ്ടി ദൈവത്തിന്റെ പ്രാർത്ഥിപ്പാനും ലഭിക്കപ്പെട്ട അവസരത്തിനായി കർത്താവിന്റെ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. പ്രാർത്ഥനയ്ക്ക് നേതൃത്വം വഹിച്ച ബഹുമാന കർത്തദാസനോടും പ്രാർത്ഥനയിൽ സഹകരിച്ച എല്ലാ പ്രിയപ്പെട്ടവരോടും നന്ദി പറയുന്നു. തുടർന്ന് ദൈവ വചന കേൾവിക്കായിട്ട് നമ്മൾ സമയങ്ങളെ വേർതിരിക്കുകയാണ്. ഈ രാത്രിയിൽ നമ്മുടെ ക്ഷണം സ്വീകരിച്ച ദൈവവചന ശുശ്രൂഷയ്ക്കായിട്ട് കടന്നു വന്നിരിക്കുന്ന കർത്തദാസനെ പരിചയപ്പെടുത്തി ശുശ്രൂഷകൾക്ക് ക്ഷണിക്കേണ്ടതിനായിട്ട് നമ്മുടെ ആദരണീയനായ ചെയർമാനെ മുമ്പിലേക്ക് ക്ഷണിക്കുന്നു. കർത്താവിന്റെ കൃപ നമ്മോട് കൂടെ ഇരിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹിക്കപ്പെട്ട നല്ല രാത്രിക്ക് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. പ്രാർത്ഥനാധ്വനി കേരള കൗൺസിലിന്റെ ഇന്നത്തെ ഈ പ്രാർത്ഥന സംഗമം പ്രസൈഡ് ചെയ്യുന്ന കർത്താവിൻദാസൻ പാസ്റ്റർ സിജി എബേസ് ജോൺസൺ, പ്രിയ ബെൻസൺ ദാനിയൽ പാസ്റ്റർ, കേരളത്തിന്റെ ട്രിവാൻഡ്രം മുതൽ എറണാകുളം വരെയുള്ള വിവിധ ജില്ലകളിൽ നിന്ന് തിരക്കുകൾക്ക് നടുവിലും സ്തോത്രം സമയം കണ്ടെത്തി ഈ മീറ്റിംഗിൽ ഒരുമിച്ചായിരിക്കുന്ന എല്ലാ കർത്തദാസന്മാർക്കും വന്ദനം അറിയിക്കുന്നു. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കും, സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ. സമയം ഒട്ടും എടുക്കാതെ വേഗത്തിൽ ഇന്നത്തെ സ്തോത്രം വചനവുമായി നമ്മുടെ മധ്യ അയച്ചിരിക്കുന്ന കർത്തദാസനെ പരിചയപ്പെട്ട് വളരെ സന്തോഷമുണ്ട്. സ്തോത്രം. കർത്താവിൻദാസൻ പാസ്റ്റർ ജെയ്സൺ സാമുവലിനെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭ എറണാകുളം ജില്ലയിലെ സ്തോത്രം പച്ചാളം എന്ന് പറയുന്ന ദൈവസഭയുടെ അനുഗ്രഹിക്കപ്പെട്ട കർത്തദാസനാണ്. ചെറിയ നാളുകളായി ഞങ്ങൾ പരിചിതരാണ്. പ്രത്യേകിച്ച് ഹല്ലേലൂയ സ്തോത്രം. ദൈവം തന്നെ ഏൽപ്പിച്ചിരിക്കുന്നതായ ശുശ്രൂഷകൾ വ്യത്യസ്ത നിലകളിൽ കർത്താവിനെ പ്രയോജനപ്പെടുന്ന അനുഗ്രഹിക്കുന്ന ദൈവദാസനാണ്. സഭാ ശുശ്രൂഷനൊപ്പം തന്നെ അനുഗ്രഹിക്കപ്പെട്ട ഒരു വചന അധ്യാപകനാണ് ഇന്നത്തെ കാലം നമുക്ക് ലഭിച്ചത്. അപ്പോൾ തന്നെ നല്ലൊരു എഴുത്തുകാരൻ കൂടാണ്. അതിനേക്കാൾ ഉപരിയായിട്ട് ഈ പട്ടണത്തിന് ഉണർവിന് വേണ്ടി സ്തോത്രം കഴിയുന്ന രീതിയിൽ ശാന്തമായി പ്രാർത്ഥിക്കുന്ന ഒരു ദൈവദാസനാണ്. അങ്ങനെ മീറ്റിംഗിലാണ് ഞങ്ങൾക്ക് ഒരുമിച്ച് പരിചയപ്പെടുവാൻ ഇടയായി തീർന്നത്. സ്തോത്രം. എറണാകുളത്ത് നമ്മുടെ പ്രാർത്ഥനയുടെ പ്രവർത്തനങ്ങളെ കുറിച്ചൊക്കെ അറിയിക്കുമ്പോഴൊക്കെ വളരെ പോസിറ്റീവായിട്ട് അതിനോട് പ്രതികരിക്കുകയും വരും ദിവസം ഒരുമിച്ച് സഹകരിക്കുവാനുള്ള താല്പര്യത്തിലൊക്കെ കർത്തദാസനായിരിക്കുന്നു. പ്രിയ കർത്തദാസൻ ഇന്ന് രാത്രികാലം തുടർന്നുള്ള സമയം നമ്മളോട് ദൈവവചനം സംസാരിക്കും. വളരെ പ്രാർത്ഥനയോടുകൂടെ നമുക്കായിരിക്കാം. കർത്തദാസൻ ജെയ്സൺ സാമുവലിനെ വചനം സൃഷ്ടിക്കേണ്ടി പ്രാർത്ഥനയോടെ ക്ഷണിക്കുന്നു. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. എല്ലാവർക്കും കേൾക്കാമല്ലോ? കേൾക്കാം. സ്തോത്രം. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ബഹുമാന്യരായ എല്ലാ കർത്തൃദാസന്മാർക്കും സഹോദരി സഹോദരന്മാർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ അതുല്യവും പരിശുദ്ധവുമായ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. വിശേഷാൽ കർത്താവിന്റെ വിലയേറിയ ദാസൻ പാസ്റ്റർ ഹാർഡ്ലി സാമുവൽ അവர்களுക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവ് ഞാൻ വളരെ സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന കർത്തൃദാസനാണ്. ഇന്ന് ഈ മീറ്റിങ്ങിനെ കുറിച്ച് എന്നോട് പറയുകയും ഈ മീറ്റിങ്ങിൽ അറ്റൻഡ് ചെയ്യുവാൻ ഉള്ള അവസരം ഒരുക്കി തരികയും ചെയ്തതിൽ കർത്താവിന്റെ ദാസനുള്ള നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ മീറ്റിംഗ് ലീഡ് ചെയ്തുകൊണ്ടിരുന്ന ദൈവദാസന്മാർ, പ്രയർ ലീഡ് ചെയ്തുകൊണ്ടിരുന്ന ദൈവദാസൻ, പങ്കാളികളായ എല്ലാ കർത്തൃദാസന്മാർക്കും കർത്തൃനാമത്തിൽ വന്ദനം പറയുന്നു. നമ്മൾ വളരെ കുറച്ച് ആളുകൾ മാത്രമുള്ള ഒരു പ്രാർത്ഥനാ ഗ്രൂപ്പാണ്. വലിയ ഗ്രൂപ്പാണ്, പക്ഷെ ഇന്നത്തെ ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ വളരെ കുറച്ച് ആളുകളെ ഞാൻ കാണുന്നുള്ളൂ. എങ്കിലും നമ്മളെല്ലാവരും ദൈവദാസന്മാർ, വചനം പ്രസംഗിക്കുന്നവരും ദൈവിക ശുശ്രൂഷയിൽ ദീർഘവർഷങ്ങളായി നിലകൊള്ളുന്നവരുമാണ് എന്നോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദീർഘമായ ഒരു വലിയ പ്രസംഗത്തിന് മുതിരാതെ പ്രാർത്ഥനയുടെ ചില ആഴങ്ങൾ ഒന്നുകൂടെ പങ്കുവെച്ച് ഒരുമിച്ച് പ്രാർത്ഥിച്ച് ഈ മീറ്റിംഗ് പര്യവസാനിപ്പിക്കാം
എന്ന് ആഗ്രഹിക്കുന്നു. യോനായുടെ പുസ്തകത്തിലേക്ക് നമുക്ക് വരാം. യോനാ പ്രവചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ നമുക്കൊന്ന് തിരിക്കാം. 2-ാം അധ്യായത്തിന്റെ 7-ാം വാക്യത്തിൽ ഇങ്ങനെ കാണുന്നു: എൻ്റെ പ്രാണൻ എൻ്റെ ഉള്ളിൽ ക്ഷീണിച്ചു പോയപ്പോൾ ഞാൻ യഹോവയെ ഓർത്തു. എൻ്റെ പ്രാർത്ഥന നിന്റെ വിശുദ്ധ മന്ദിരത്തിൽ നിന്റെ അടുക്കൽ എത്തി. ദൈവത്തിന് സ്തോത്രം. വളരെ വ്യത്യസ്തമായ ഒരു പ്രാർത്ഥനയുടെ അനുഭവമാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. 2-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ യോന മത്സ്യത്തിന്റെ വയറ്റിൽ വെച്ച് തന്റെ ദൈവമായ യഹോവയോട് പ്രാർത്ഥിച്ചു. പറഞ്ഞതെന്തെന്നാൽ, ഞാൻ ചില നാൾക്ക് മുമ്പല്ല, അടുത്ത സമയത്തൊരു പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ചാൾസ് സ്പർജന്റെ ഒരു പുസ്തകമാണ്. അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ വായിച്ചുകൊണ്ടിരുന്നപ്പോൾ അദ്ദേഹത്തോട് ഒരാൾ ചോദിച്ച ഒരു ചോദ്യം ഇങ്ങനെയായിരുന്നു: ദൈവം പ്രാർത്ഥന കേൾക്കും, പക്ഷെ സമുദ്രത്തിന്റെ അടിയിൽ നിന്ന് പ്രാർത്ഥിച്ചാൽ കേൾക്കുമോ? ഒരു ദൈവദാസനൊന്നും ആയിരിക്കില്ല, ഒരു സാധാരണ വിശ്വാസിയോ അല്ലെങ്കിൽ വിശ്വാസത്തിലേക്ക് വരുന്ന ഒരാളായിരിക്കാം. സമുദ്രത്തിന്റെ അടിയിൽ കിടന്നുകൊണ്ട് പ്രാർത്ഥിച്ചാൽ ദൈവം കേൾക്കുമോ എന്നൊരു ചോദ്യം. കാരണം ഭൂമിയിൽ നിന്ന് വിളിച്ചാൽ ദൈവം കേൾക്കും, സമുദ്രത്തിന്റെ അല്ലെങ്കിൽ കടലിന്റെ അടിയിൽ നിന്നുള്ള പ്രാർത്ഥന ദൈവം കേൾക്കുമോ എന്നുള്ള വിചിത്രമായൊരു ചോദ്യം അദ്ദേഹത്തോട് ചോദിച്ചതായി അദ്ദേഹം അതിനകത്ത് എഴുതിയിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. അദ്ദേഹം അതിന് കൃത്യമായ മറുപടി പറയുന്നു: പ്രാർത്ഥന കേൾക്കുന്ന ദൈവം ജീവിക്കുന്നു. നിങ്ങൾക്ക് എവിടെ വെച്ചും ഏത് സ്ഥലത്ത് വെച്ചും എപ്പോൾ വേണമെങ്കിലും പ്രാർത്ഥിക്കാം എന്ന് അദ്ദേഹം അതിന് മറുപടി പറഞ്ഞു. അപ്പോൾ പ്രാർത്ഥനയ്ക്ക് പ്രത്യേക സ്ഥലമോ പ്രത്യേക സമയമോ ഇല്ല. ഏതു നേരത്തും നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാൻ കഴിയും. പലപ്പോഴും ആ പ്രാർത്ഥനകൾ ചെയ്യുവാൻ ആവശ്യമായ ആ ഒരു ശക്തി ആ സാഹചര്യങ്ങളിലൂടെ നമുക്ക് ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ് വാസ്തവം. ഇപ്പോൾ പ്രാർത്ഥിക്കുവാൻ നമ്മൾ പല വിഷയങ്ങൾ ദൈവസന്നിധിയിൽ വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു, മധ്യസ്ഥത ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ പ്രാർത്ഥനയെക്കുറിച്ചൊന്നും അധികം പഠിപ്പിക്കുകയോ അല്ലെങ്കിൽ പറയുകയോ ചെയ്യേണ്ട ആവശ്യമില്ലെങ്കിലും ഈ വാക്യം വായിച്ചുവെങ്കിലും ഈ യോനാ പ്രവചനത്തിന്റെ മുഴുവനായുള്ള ആ ഒരു ആശയം, അതിന്റെ ആ സമ്മറി ഒന്ന് പറഞ്ഞ്, അല്ലെങ്കിൽ അതിൽ കൂടെ ദൈവം നമ്മോട് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്ന പ്രധാനപ്പെട്ട മെസ്സേജ് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാൻ നമ്മുടെ മുമ്പിൽ പരിമിതമായ സമയമാണുള്ളത്. അപ്പോൾ യോന എന്ന പ്രവാചകനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ തന്നെ പലപ്പോഴും അനുസരണം കെട്ട ഒരു പ്രവാചകൻ എന്നുള്ള ഒരു വിളിപ്പേര് അദ്ദേഹത്തിന് വന്നു കിട്ടിയിട്ടോ അല്ലെങ്കിൽ വന്നു കൂടിയിട്ടുണ്ട്. നമ്മൾ അങ്ങനെ വിളിക്കാറുണ്ട്. വാസ്തവത്തിൽ അദ്ദേഹത്തെ അങ്ങനെ വിളിക്കുന്നതിൽ അർത്ഥമില്ല. ഒരു പക്ഷേ നമ്മൾ അങ്ങനെ വിളിക്കുമ്പോൾ യോന എന്ന് പറയുന്ന ഒരു ദൈവദാസൻ ഇന്ന് ജീവിച്ചിരുന്നെങ്കിൽ അദ്ദേഹം അതിന് വിശദീകരണം തരുമായിരുന്നു. താൻ പല കാരണങ്ങളാലാണ് തന്നോട് ദൈവം കൊടുത്ത ആ നിയോഗം അനുസരിക്കാതെ താൻ മറ്റൊരു വഴിയിലേക്ക് തിരിഞ്ഞത് എന്ന് താൻ പറയുമായിരുന്നു. പക്ഷെ എന്തു തന്നെ ആയിരുന്നാലും താൻ ദൈവസന്നിധിയിൽ നിന്നും അല്പമായി വ്യതിചലിച്ചു എന്നുള്ളത് വാസ്തവമാണ്. പലപ്പോഴും ദൈവത്തിന്റെ ദാസന്മാരായിരിക്കുന്ന നമ്മളൊക്കെ ദൈവികമായ യഥാർത്ഥമായ ആ നിയോഗത്തിൽ നിന്ന് പലപ്പോഴും മാറിപ്പോകുന്ന അനുഭവങ്ങളുണ്ട്. ദൈവ വിളിയെക്കുറിച്ചും ദൈവിക നിയോഗത്തെക്കുറിച്ചും ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പിനെ കുറിച്ചും ഒക്കെ ധാരാളം വാചാലമായി പ്രസംഗിക്കുന്നവരും പഠിപ്പിക്കുന്നവരും ഒക്കെയാണ് നമ്മൾ. പക്ഷെ പലപ്പോഴും ദൈവത്തിന്റെ ആ കൃത്യമായ ഇടപെടൽ, ദൈവത്തിന്റെ കൃത്യമായ ചില ഡയറക്ഷൻസ് നമുക്ക് മനസ്സിലാക്കാതെ പോകുന്നു എന്നുള്ളത് വളരെ പരിതാപകരമായിരിക്കുന്ന ഒരു കാര്യമാണ്. അതിന്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് യോന പ്രവാചകൻ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അദ്ദേഹത്തെ അനുസരണം കെട്ട പ്രവാചകൻ എന്നൊക്കെ വിളിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്കൊന്ന് തിരിഞ്ഞു നോക്കുവാനുള്ള സന്ദർഭമായി ഈ സമയത്തെ നമുക്ക് ഉപയോഗിക്കാം. ഈ യോന ഒരു പ്രവാചകനായിരുന്നു എന്നുള്ളതിന്റെ ഒരു തെളിവ് 2 രാജാക്കന്മാർ 14-ാം അധ്യായത്തിന്റെ 25-ാം വാക്യത്തിൽ പറയുന്നുണ്ട്. നമ്മൾ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും. അവിടെ കൃത്യമായി യോന പ്രവാചകൻ, ആർക്കെങ്കിലും ഒരാൾക്ക് ആ വാക്യം ഒന്ന് വായിക്കാമോ? യോന പ്രവാചകനെ കുറിച്ചുള്ള ഒരു പരാമർശം 2 രാജാക്കന്മാർ 14-ാം അധ്യായത്തിന്റെ 25-ാം വാക്യത്തിൽ പറയുന്നുണ്ട്. ദേവദാസന്മാർ ആരെങ്കിലും ഒരാൾ മൈക്ക് ഓൺ ചെയ്തൊന്ന് വായിക്കാമോ? രണ്ട് രാജാക്കന്മാർ 14-ാം അധ്യായത്തിന്റെ 25-ാം വാക്യം. അമിത്തായുടെ മകനായ യോന പ്രവാചകൻ എന്ന തന്റെ ദാസൻ മുഖാന്തരം ഇസ്രായേലിന്റെ ദൈവമായ യഹോവ അരുളി ചെയ്ത വചനപ്രകാരം അവൻ ഹമാത്തിന്റെ അതിർ മുതൽ അരാബയിലെ കടൽ വരെ ഇസ്രായേലിന്റെ ദേശത്തെ വീണ്ടും സ്വാധീനമാക്കി. അപ്പോൾ യോനാ പ്രവാചകന്റെ പ്രത്യേക നിയോഗം നിനവേ നഗരത്തോട് സുവിശേഷം അറിയിക്കുക, അല്ലെങ്കിൽ അവിടെ ആ നഗരത്തോട് പ്രവചിക്കുക എന്നുള്ളത് മാത്രമായിരുന്നില്ല. അത് പ്രധാനമായി യോനാ പ്രവചനത്തിൽ പരാമർശിക്കുമ്പോൾ തന്നെ മറ്റു പല നിയോഗങ്ങളും മറ്റു പല ഉത്തരവാദിത്വങ്ങളും മറ്റു പല ദൂതുകളും താൻ ഏറ്റെടുത്ത് ദൈവസന്നിധിയിൽ വിശ്വസ്തയോടെ പറയുകയും അതിന്റെ മാറ്റങ്ങൾ സംഭവിക്കുകയും ചെയ്തിരുന്നു എന്നുള്ളതിന്റെ വ്യക്തമായ ഒരു തെളിവാണ്
2 രാജാക്കന്മാർ 14-25 വാക്യത്തിൽ നമ്മൾ വായിച്ചത് അദ്ദേഹം പാർത്തിരുന്ന നഗരം ഏതായിരുന്നു എന്നൊക്കെ അവിടെ പറയുന്നു. ഗലീലെ നസ്രയത്തിന് ഏകദേശം 6 മൈൽ വടക്ക് കിഴക്കുള്ള ഒരു സ്ഥലമാണ് ഈ ഗത്കേഫർ എന്ന് പറയുന്ന സ്ഥലം. നമ്മൾ പഴയ നിയമത്തിൽ ഒരു വിധവയുടെ മകനെ കുറിച്ച് പറയുന്നുണ്ടല്ലോ. ആ വിധവയുടെ സറഫാത്തിലെ ആ വിധവയുടെ മകൻ ആണ് എന്നുള്ളത് ഒരു യഹൂദ പാരമ്പര്യം അങ്ങനെ പറയുന്നെങ്കിലും അതിനെക്കുറിച്ച് വസ്തുനിഷ്ഠമായ തെളിവുകളൊന്നുമില്ല. പക്ഷെ യോന ഒരു ചരിത്ര പുരുഷനായിരുന്നു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവ് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശുക്രിസ്തു യോനെ കുറിച്ച് സാക്ഷ്യം പറഞ്ഞു. മത്തായി സുവിശേഷം 12-ാം അധ്യായത്തിന്റെ 39-41 വാക്യങ്ങൾ, ലൂക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായത്തിന്റെ 32-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ യോനെ കുറിച്ച് കർത്താവ് പറയും, തന്റെ ക്രൂശ് മരണത്തെക്കുറിച്ചും തന്റെ ആ അടക്കത്തെക്കുറിച്ചും കർത്താവ് പറയുമ്പോൾ യോനയുടെ അടയാളം അല്ലാതെ എന്ന് പറയുന്നുണ്ട്. അപ്പൊ യോനയെ കുറിച്ച് കർത്താവ് കൃത്യമായി രേഖപ്പെടുത്തുമ്പോൾ അല്ലെങ്കിൽ പ്രസംഗിക്കുമ്പോൾ പരാമർശിക്കുമ്പോൾ യോന ഒരു ചരിത്ര പുരുഷനായിരുന്നു എന്ന് യേശുക്രിസ്തു തന്നെ സാക്ഷ്യം പറയുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. BC 1-ാം നൂറ്റാണ്ടിൽ എഴുതപ്പെട്ട മക്കാബിയരുടെ പുസ്തകം, മക്കാബിയരുടെ 3-ാം പുസ്തകത്തിലും ജോസിഫസിന്റെ 1-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ജോസിഫസിന്റെ ആന്റിക്വിറ്റീസ് എന്ന പുസ്തകത്തിലും യോനയുടെ ശുശ്രൂഷ ചരിത്ര വസ്തുതയാണെന്ന് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. 3-ാം നൂറ്റാണ്ടിലെ സഭാപിതാവായ സിപ്രിയൻ എന്ന് പറയുന്ന ആള് ഈ യോനയുടെ പുസ്തകം വായിച്ചിട്ടാണ് മാനസാന്തരപ്പെട്ടത് എന്ന് പറയപ്പെടുന്നു. ആമേൻ. അത്രമാത്രം മറ്റുള്ളവരെ സ്വാധീനിക്കുവാൻ കഴിഞ്ഞ, അല്ലെങ്കിൽ അത്രമാത്രം മറ്റുള്ളവരുടെ ജീവിതത്തിൽ രൂപാന്തരപ്പെടുത്തുവാൻ കഴിഞ്ഞ വളരെ ശക്തമായ ഒരു പ്രവചനം തന്നെയാണ്, അല്ലെങ്കിൽ ഒരു പുസ്തകം തന്നെയാണ് യോനയുടെ പുസ്തകം. പലപ്പോഴും പല വേദപുസ്തക ചരിത്ര സംഭവങ്ങളെ ചോദ്യം ചെയ്യുന്ന പലരും യോനയുടെ പുസ്തകത്തിലെ ഈ കഥ ഒരു കെട്ടുകഥയാണെന്നും ഇത് മത്സ്യത്തിന്റെ വായിൽ അല്ലെങ്കിൽ വയറ്റിൽ ഒരു മനുഷ്യൻ ഇങ്ങനെ ഇരിക്കുക എന്നുള്ളത് അസംഭവ്യമാണെന്നും ഒക്കെ പലരും പറയുന്നുണ്ട്. അല്ലെങ്കിൽ നമ്മൾ പറയുന്നുണ്ടല്ലോ, വിമർശകരൊക്കെ അങ്ങനെ പറയുന്നുണ്ടെങ്കിലും ഇത് വാസ്തവത്തിൽ ദൈവത്തിന്റെ വചനം കൃത്യമായി പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു സാക്ഷ്യം പറയുമ്പോഴും മറ്റ് തെളിവുകളുടെ എല്ലാം അടിസ്ഥാനത്തിൽ യോന പ്രവാചകൻ എന്ന ചരിത്ര പുരുഷൻ കർത്താവിന് വേണ്ടി നിലകൊണ്ടതിന്റെ അനുഭവങ്ങൾ നമുക്ക് കാണുവാനും കേൾക്കുവാനും പഠിക്കുവാനും സാധിക്കുന്നുണ്ട് എന്നുള്ളത് ആദ്യമായി ഞാനൊന്ന് ഓർപ്പിച്ചു എന്നേ ഉള്ളൂ. അശ്ശൂരിന്റെ തലസ്ഥാനമായ നിനവെ എന്ന് പറയുന്ന ആ നഗരത്തെ കുറിച്ചുള്ള ഒരു ദൂത്, അല്ലെങ്കിൽ ആ നഗരത്തെ കുറിച്ചുള്ള ഒരു പ്രവചനം പറയുവാനാണ് പ്രത്യേകമായ ഒരു നിയോഗവുമായി യോന പുറപ്പെടുന്നത്, അല്ലെങ്കിൽ അതിനുവേണ്ടിയാണ് യോന ദൈവ നിയോഗം പ്രാപിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. അത് നമുക്കറിയാം. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഓർപ്പിച്ചല്ലോ, നമ്മളെല്ലാവരും പ്രസംഗകരാണ്. അതോടൊപ്പം തന്നെ ഇതൊരു പ്രാർത്ഥന കൂട്ടായ്മയാണ്, ഒരു ധ്യാന ചിന്ത എന്ന നിലയിലാണ് ഈ വചനം ഞാൻ പങ്കുവയ്ക്കുന്നത്. അല്ലാതെ ഒരു വലിയ ഒരു പ്രസംഗ ശൈലി അല്ലെങ്കിൽ ഒരു പ്രസംഗ രൂപത്തിൽ അത് ആധികാരികമായി ആഴത്തിൽ പോകുന്ന ഒരു കാര്യം ആയിട്ടല്ല ഇന്ന് രാത്രി ആ വചന ചിന്ത നിങ്ങളുടെ മുമ്പിൽ ഞാൻ വെക്കുന്നത്. ഒരു മെഡിറ്റേഷൻ ആയിട്ട് തന്നെ നിങ്ങൾ അതിനെ കരുതിയാൽ മതി. അതുകൊണ്ട് ഇത്രമാത്രം പ്രാധാന്യമുള്ള ഈ പുസ്തകത്തിൽ നിന്ന്, അല്ലെങ്കിൽ ആ ചരിത്രത്തിൽ നിന്ന് നമ്മൾ എന്ത് പാഠമാണ് പഠിക്കുന്നത് എന്നുള്ളത് ഇന്ന് രാത്രിയിൽ നമുക്ക് ഒരുമിച്ച് ഒന്ന് പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ യോനയെ കുറിച്ച് ദൈവത്തിനൊരു നിയോഗമുണ്ടായിരുന്നു, ഒരു മഹാനിയോഗം ദൈവം തനിക്ക് കൈമാറി. പക്ഷേ വിവിധ കാരണങ്ങളാൽ ആ നിയോഗത്തിൽ നിന്നും തന്റെ വ്യക്തിപരമായ ചിന്തകളും തന്റെ മുൻവിധികളും ഒക്കെ ആയിരിക്കാം അതിന്റെ പിന്നിൽ. എങ്കിലും തന്നെ കുറിച്ച് അവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്: അവൻ ദൈവസന്നിധിയിൽ, യഹോവയുടെ സന്നിധിയിൽ നിന്ന് തർശീശിലേക്ക് ഓടിപ്പോകേണ്ടതിന് പുറപ്പെട്ടു. അപ്പൊ ദൈവസന്നിധിയിൽ നിന്നുള്ള ഒരു ഡീവിയേഷൻ ആണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഇതിന്റെ പ്രധാനമായ ഒരു ചിന്ത, ഒരു ആശയം ഞാൻ പറയുന്നത് ദൈവഹിതത്തിൽ നിന്നും. ദൈവസന്നിധി എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു വലിയ പിന്മാറ്റക്കാരനായിട്ട് യോനയെ ചിത്രീകരിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ തന്നെ ദൈവത്തിന്റെ പ്രത്യേകമായ ചില ഹിതമുണ്ട്, ദൈവത്തിന്റെ ചില പ്രത്യേകമായ ലക്ഷ്യസ്ഥാനങ്ങളുണ്ട്. അത് കുറച്ചുകൂടെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ പൗലോസ് അപ്പോസ്തലന്റെ മിഷണറി യാത്രയിൽ പൗലോസ് അപ്പോസ്തലൻ ഒരു ശ്രമം നടത്തുന്നതിനെ കുറിച്ച് നമുക്ക് വായിക്കാം. ആസിയിൽ വചനം പ്രസംഗിക്കരുതെന്ന് പരിശുദ്ധാത്മാവ് വിലക്കുകയാൽ എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. ആസിയിൽ വചനം പ്രസംഗിക്കുന്നത് എന്തിനാണ് പരിശുദ്ധാത്മാവ് വിലക്കിയത് എന്ന് പലപ്പോഴും നമ്മൾ ചിന്തിച്ചാൽ പിടികിട്ടത്തില്ല. ആമേൻ. ആസിയിൽ വചനം പ്രസംഗിക്കരുത് എന്ന് പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നുണ്ടോ? ആസിയിലെ 7 സഭകളെ കുറിച്ചല്ലേ വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്നത്. അപ്പോൾ ആസിയ എന്ന് പറയുമ്പോൾ ഏഷ്യ മൈനർ ആണ്. ഏഷ്യ മൈനറിലെ 7 സഭകളെ കുറിച്ച് പറയുമ്പോൾ ആ സഭയിൽ, അല്ലെങ്കിൽ ആ ഏഷ്യ മൈനർ സഭകൾ ഉണ്ടായി. ആ സഭകൾ ഉണ്ടാകുന്ന ആ കാര്യം ദൈവഹിതത്തിൽപ്പെട്ടതാണ്. പക്ഷേ ആസിയിൽ വചനം പ്രസംഗിക്കുക എന്നുള്ള ദൈവിക പരിപാടിയുടെ ഭാഗമായി അദ്ദേഹം പ്രവർത്തിക്കേണ്ട ഒരു സമയമുണ്ട്. എന്നാൽ ആ പ്രത്യേക സമയത്ത്, തമിഴ്നാട്ടുകാർ പറയുന്ന പോലെ ആ കുറിപ്പിട്ട സമയത്ത്, ആ സമയത്ത് താൻ
അവിടെയല്ല പ്രസംഗിക്കേണ്ടത്, മറിച്ച് മക്കദോനിയയിലാണ് അല്ലെങ്കിൽ മാസിഡോണിയയിലാണ് എന്നുള്ളതാണ് അവിടെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇങ്ങനെയുള്ള ദൈവത്തിന്റെ പ്രത്യേകമായ ഹിതത്തെ കുറിച്ച് പലപ്പോഴും നമ്മൾ മനസ്സിലാക്കാതെ പോകുന്നുണ്ട്. അവിടെ അതൊരു പ്രസംഗ വിഷയമാണ്, പക്ഷെ ഞാനത് എടുക്കുന്നില്ല. എങ്കിലും ഇതുമായിട്ട് ഞാൻ അതിനെ ഒന്ന് കമ്പയർ ചെയ്യുകയാണ്. കാരണം പൗലോസിനോട് വ്യക്തമായി ദൈവത്തിന്റെ ആത്മാവ് പറയുകയാണ് ആസിയിൽ വചനം പ്രസംഗിക്കേണ്ട. അപ്പൊ പിന്നെ എവിടെയാ പ്രസംഗിക്കേണ്ടത് എന്ന് സ്വാഭാവികമായിട്ടും കർത്താവെ പിന്നെ എവിടെയാ പ്രസംഗിക്കേണ്ടതെന്ന് ചോദിക്കേണ്ടതുണ്ട്. പക്ഷെ ഇത്ര വെളിപ്പാടുകളെ ആധിക്യമുള്ള മനുഷ്യനാണെങ്കിൽ കൂടെ അതിനുവേണ്ടി കാത്തിരുന്ന് പ്രാർത്ഥിക്കുന്നതായിട്ട് അവിടെ കാണുന്നില്ല. പക്ഷെ താൻ എന്ത് ചെയ്തു? താൻ മുസ്യ കടന്ന് ത്രോവാസിൽ എത്തി. പിന്നെ അവിടെ നമ്മൾ വായിക്കുന്നു ബിഥുന്യയ്ക്ക് പോകുവാൻ ശ്രമിച്ചു എന്ന് കാണുന്നു. അപ്പോൾ ചില പരിശ്രമങ്ങൾ ഒരിക്കലും തെറ്റല്ല. പരിശ്രമങ്ങൾ നമ്മൾ പലപ്പോഴും പല കാര്യങ്ങൾ നമ്മുടേതായ ചിന്തയിലും നമ്മുടേതായ ബുദ്ധിയിലും ഒക്കെ കണക്കുകൂട്ടി നമ്മൾ കാര്യങ്ങൾ ചെയ്യാറുണ്ട്. അത് തെറ്റായ കാര്യങ്ങളാണെന്നല്ല പറഞ്ഞത്. പക്ഷെ ചിലപ്പോൾ ഒക്കെ അത് ദൈവത്തിന്റെ പ്രത്യേകമായ ഹിതത്തിൽ നിന്നും മാറിയായിരിക്കാം നമ്മൾ പ്ലാൻ ചെയ്യുന്നതെന്ന് പലപ്പോഴും നമ്മൾ അറിയുന്നില്ല എന്നുള്ള ഒരു അപകടം അതിന്റെ പിറകിലുണ്ട്. അപ്പോൾ ആ പൗലോസിനെ കുറിച്ചുള്ള കൃത്യമായ ആ ദൈവഹിതം വെളിപ്പെട്ടത് ഒരു ദർശനത്തിലൂടെയാണ്. ആ ദർശനത്തിന്റെ പോയിന്റിൽ എത്തുന്നത് വരെ പൗലോസ് ചില ശ്രമങ്ങൾ നടത്തുന്നു എന്നേ ഉള്ളൂ. പക്ഷെ ആ ശ്രമങ്ങളൊക്കെ ദൈവാത്മാവ് തള്ളിക്കളയുകയാണ്, അതിനെ നിരസിക്കുകയാണ് എന്ന് മനസ്സിലാക്കാം. ഈ വിഷയത്തെ വിശദീകരിക്കാൻ പോയാൽ ഞാൻ പ്രധാനമായും ഉദ്ദേശിച്ച വിഷയത്തോട് നീതി പുലർത്താൻ കഴിയുകയില്ല. എങ്കിലും ഇത് രണ്ടും തമ്മിൽ ഒരു താരതമ്യം ദൈവദാസന്മാർ നടത്തുന്നത് നന്നായിരിക്കും. അവർ ആസിയിൽ വചനം പ്രസംഗിക്കരുതെന്ന് പരിശുദ്ധാത്മാവ് വിലക്കുകയാൽ ഫ്രുഗ്യയിലും ഗലാത്യയിലും കൂടി സഞ്ചരിച്ചു മുസ്യയിലെത്തി ബിഥുന്യയ്ക്ക് പോകാൻ ശ്രമിച്ചു. അപ്പോൾ ഒരു ശ്രമം നമുക്ക് അവിടെ കാണുന്നു. യേശുവിന്റെ ആത്മാവോ അവരെ സമ്മതിച്ചില്ല. യേശുവിന്റെ ആത്മാവ് പരിശുദ്ധാത്മാവ് തന്നെ, പരിശുദ്ധാത്മാവ് അവരെ സമ്മതിച്ചില്ല. അപ്പോൾ 2 ശ്രമങ്ങൾ പരാജയപ്പെട്ടു. ആസിയിൽ പ്രസംഗിക്കുവാനുള്ള ശ്രമം പരാജയപ്പെട്ടു. നമ്മൾ ബൈബിളിന്റെ പുറകിലുള്ള മാപ്പ് നമ്മൾ പരിശോധിച്ചാൽ ഈ സ്ഥലങ്ങളെല്ലാം കൃത്യമായി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ആ ബിഥുന്യയ്ക്ക് ഏത് ഡയറക്ഷനിലാണ് താൻ പോകാൻ ശ്രമിച്ചത് നമുക്ക് കാണാം. യേശുവിന്റെ ആത്മാവ് അവരെ സമ്മതിച്ചില്ല. എന്നാൽ മുസ്യ കടന്ന് ത്രോവാസിലെത്തി. അവിടെ വെച്ച് പൗലോസ് രാത്രിയിൽ ഒരു സ്വപ്നം കാണുകയാണ്. മക്കദോന്യക്കാരനായ ഒരു പുരുഷൻ കടന്നു വന്ന് ഞങ്ങളെ സഹായിക്കുക, കം ആൻഡ് ഹെൽപ്പ് us, കടന്നു വന്ന് ഞങ്ങളെ സഹായിക്കുക എന്ന് പറയുന്ന ഒരു ദർശനം. അപ്പോൾ കൃത്യമായി ദൈവദാസന്മാരായ നമ്മളെ ദൈവം നയിക്കും. ദൈവത്തിന്റെ ഗൈഡൻസ്, ദൈവത്തിന്റെ കൃത്യമായ നടത്തിപ്പ് നമുക്ക് ലഭിക്കും എന്നുള്ളതിന്റെ വ്യക്തമായ ഒരു തെളിവാണിത്. എവിടെ പ്രസംഗിക്കണം, എന്ത് പ്രസംഗിക്കണം, എങ്ങനെ പ്രസംഗിക്കണം എന്നുള്ളതിനെ കുറിച്ചുള്ള വ്യക്തമായ ഒരു നിയോഗം, ഇത് ആഴമായ ദൈവിക ബന്ധത്തിലൂടെ സഞ്ചരിക്കുന്ന ഒരാൾക്ക് മാത്രമേ ഇത് പ്രാപിക്കുവാൻ കഴിയുകയുള്ളൂ. പ്രൈസ്, കൃത്യമായ വെളിപ്പാടുകൾ, കൃത്യമായ ആലോചനകൾ ദൈവം നമുക്ക് തരുമെന്നുള്ളത് ഇന്ന് രാത്രി ദൈവവചനത്തിലൂടെ ഞാൻ നിങ്ങളെ ഓർപ്പിക്കുകയാണ്. ആമേൻ, സ്തോത്രം. അതുകൊണ്ട് ആ നിയോഗങ്ങൾ നമ്മൾ ഏറ്റെടുത്ത് കൃത്യമായി മക്കദോന്യക്കാരനായ പുരുഷൻ കടന്നു വന്ന് ഞങ്ങളെ സഹായിക്കുക എന്ന് പറയുന്ന ദർശനം കണ്ട് താൻ അവിടെ ചെന്ന് സുവിശേഷം അറിയിക്കുന്നു. അവിടെ ലുദിയ എന്ന് പറയുന്ന സ്ത്രീ മാനസാന്തരപ്പെടുന്നു. പിന്നീട് യൂറോപ്പിലേക്കുള്ള ആ സുവിശേഷത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടുന്നു. അപ്പോൾ ആ ഒരു ദൈവിക പദ്ധതിയുടെ, ആ ഒരു ദൈവിക പ്രവൃത്തിയുടെ ഭാഗമായി പ്രവർത്തിക്കേണ്ട പൗലോസ് അപ്പോൾ ആസിയിൽ പ്രസംഗിച്ചാൽ എന്ത് ചെയ്യും? അതുകൊണ്ട് ആസിയിൽ ഇപ്പോൾ പ്രസംഗിക്കേണ്ട. പക്ഷെ പലപ്പോഴും നമ്മൾ കണക്കൂട്ടുന്നു. ആമേൻ, നമ്മൾ സാഹചര്യങ്ങളെ നോക്കിയും സന്ദർഭം നോക്കിയും ഒക്കെ നമ്മൾ ചില പ്രോഗ്രാമുകൾ അറേഞ്ച് ചെയ്യുന്നു. പക്ഷെ ആ പ്രോഗ്രാമിൽ ദൈവത്തിന്റെ പ്രത്യേകമായ നിയോഗമുണ്ടോ, ദൈവത്തിന്റെ പ്രത്യേകമായ നിർദ്ദേശമുണ്ടോ എന്ന് നമ്മൾ അറിയാതെ പോകുന്നത് കൊണ്ട് ചിലപ്പോഴൊക്കെ നമ്മൾ പരാജയപ്പെട്ടു പോകുന്നു. ഒരുപക്ഷെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ആ കാര്യത്തിന് കുറ്റപ്പെടുത്തുകയോ ശിക്ഷിക്കുകയോ ഒന്നും ചെയ്യുന്നില്ലായിരിക്കാം. പക്ഷെ എവിടെയൊക്കെയോ ദൈവഹിതം നമ്മുടെ ജീവിതത്തിൽ നിന്ന് മിസ്സായി പോകുന്നു എന്നുള്ളത് നമ്മൾ അറിയാതിരിക്കരുത്. അത് തന്നെയാണ് യോനയുടെ ജീവിതത്തിൽ സംഭവിച്ചത്. യോനയോട് പറഞ്ഞത് നിനവയിലേക്ക് പോകുവാനാണ്, പക്ഷേ താൻ തർശീശിലേക്ക് പോയി. അവൻ പോയത് കപ്പൽ കയറിയാണ്. ഇതെല്ലാം നമ്മൾ പ്രസംഗിക്കുന്നതാണ്. ഞായറാഴ്ചകളിലും വെള്ളിയാഴ്ചകളിലും ഉപവാസ പ്രാർത്ഥനകളിലും ഒക്കെ നമ്മൾ പ്രസംഗിക്കുന്നതാണ്. അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് വിശദീകരിക്കേണ്ട കാര്യമില്ല. പക്ഷെ ഇവിടുത്തെ വിഷയം താൻ ദൈവസന്നിധിയിൽ നിന്നും ദൈവഹിതത്തിൽ നിന്നും വ്യതിചലിച്ചു പോയി. പലപ്പോഴും നമ്മുടെ പദ്ധതികൾ കൊണ്ടും നമ്മുടെ ബുദ്ധി കൊണ്ടും നമ്മുടെ മൗഢ്യമായ തീരുമാനങ്ങൾ കൊണ്ടും നമ്മുടെ മുൻവിധികൾ കൊണ്ടും ദൈവത്തിന്റെ പ്രത്യേകമായ ഇഷ്ടങ്ങളും ദൈവത്തിന്റെ പ്രത്യേകമായ ഉദ്ദേശങ്ങളും ദൈവത്തിന്റെ പ്രത്യേകമായ പദ്ധതികളും നമ്മൾ നഷ്ടപ്പെടുത്തി കളയാറുണ്ട് എന്നുള്ള ഒരു അപകടം ഇന്ന് രാത്രി നമ്മൾ തിരിച്ചറിയണം. എന്നാൽ അവിടെ എവിടെയാണോ നമുക്ക് പരാജയം സംഭവിച്ചത് അവിടെ നിന്ന് നമുക്ക് മടങ്ങി വരുവാൻ സാധിക്കും. ഇവിടെ ദൈവദാസനെ ദൈവം മടക്കി വരുത്തുന്നു, തന്റെ നിയോഗത്തെ വീണ്ടും തന്നിലൂടെ നിവർത്തിക്കുന്നു എന്നുള്ളത് വളരെ ആശാവഹമായ ഒരു കാര്യമാണ്. നമ്മൾ ഇതിൽ നിന്ന് പഠിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, താൻ ദൈവസന്നിധിയിൽ നിന്നും അകന്നുപോയി എങ്കിലും താൻ ദൈവത്തിൽ നിന്നും അകന്നുപോയി നമുക്ക് പറയുവാൻ കഴിയുകയില്ല. കാരണം
ആമേൻ ആ കപ്പലിൽ ഉണ്ടായ ആ വലിയ ആ പ്രതിസന്ധി, ആ കടലിൽ ഉണ്ടായ കോളും തിരയും എല്ലാം തന്നെ വല്ലാതെ അസ്വസ്ഥപ്പെടുത്തി. തന്നെ മാത്രമല്ല മറ്റുള്ളവരെ, താൻ അവിടെ ഉറങ്ങുകയായിരുന്നുള്ള വസ്തുമാണ്. പക്ഷെ ഉണർന്നപ്പോൾ ആ ഭീകരമായ യാഥാർത്ഥ്യത്തെ താൻ നേരിടുകയാണ്. പക്ഷേ അവരുടെ ചോദ്യങ്ങളിൽ നിന്നും താൻ ഒഴിഞ്ഞു മാറുന്നില്ല. അവർ ചോദിച്ചു, നീ ആരാണ്, നീ എവിടുത്തുകാരനാണ്, എവിടെ നിന്ന് വരികയാണ്? ഇതെല്ലാം കൃത്യമായി അവർ ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞ ഒരു സാക്ഷ്യമുണ്ട്, ഞാൻ ഒരു എബ്രായൻ. സ്തോത്രം. താൻ ആരാണെന്നും താൻ ആരെ വിശ്വസിക്കുന്നുവെന്നും തന്റെ വിശ്വാസത്തെ പരസ്യമായിട്ട് അവിടെ വെളിപ്പെടുത്തുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അവിടെ താൻ ഒറ്റയ്ക്കാണ്, ദൈവത്തെ ആരാധിക്കുന്ന, ദൈവത്തെ സേവിക്കുന്ന, ദൈവിക ശുശ്രൂഷ ചെയ്യുന്ന ഈ പ്രവാചകൻ മറ്റുള്ളവരിൽ വ്യത്യസ്തനാണ്. താൻ ഒറ്റയ്ക്കാണ്. പക്ഷെ തന്റെ ഐഡന്റിറ്റി താൻ മറച്ചു വെച്ചില്ല. പ്രൈസ് ദി ലോർഡ്. താൻ ഒരു ദൈവദാസനാണ്, താൻ ഒരു പ്രവാചകനാണ്, താൻ ദൈവത്തിന്റെ അഭിഷിക്തനാണ് എന്നുള്ള തന്റെ ഐഡന്റിറ്റി, ദൈവികമായ നിയോഗം താൻ തെറ്റിച്ചു എന്ന തന്റെ ആമേൻ ആ ജീവിതത്തിൽ വന്ന വ്യതിചലനത്തെ കുറിച്ചുകൂടെ താൻ പറയാൻ മടിച്ചില്ല എന്നുള്ളത് വളരെ വ്യക്തമായി നമുക്ക് അവിടെ മനസ്സിലാക്കാനായിട്ട് കഴിയുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. അതാണ് യോന പ്രവാചകൻ ആമേൻ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു പാഠം. അവിടെ യോനയുടെ പുസ്തകം 1-ാം അധ്യായത്തിൽ 9-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, അതിന് അവൻ അവരോട്, ഞാൻ ഒരു എബ്രായൻ, സ്തോത്രം, ഞാൻ ഒരു എബ്രായൻ, കടലും കരയും ഉണ്ടാക്കിയ സ്വർഗീയ ദൈവം യഹോവയെ ഞാൻ ഭജിച്ചു വരുന്നു. അപ്പോൾ ദൈവത്തോടുള്ള ആ തന്റെ ബന്ധത്തെ കുറിച്ച് താൻ തുറന്നു പറയുകയാണ്. ഞാൻ ദൈവദാസനാണ്, ഞാൻ ഒരു എബ്രായനാണ്, ഞാനൊരു ദൈവവൈതലാണ്, ഞാൻ ദൈവത്തെ സേവിച്ചു വരുന്നവനാണ്. പക്ഷെ എനിക്കൊരു തെറ്റുപറ്റി. പക്ഷെ വിശദാംശങ്ങൾ അവിടെ കൊടുത്തിട്ടില്ലെങ്കിലും ആഴത്തിൽ നമ്മൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാം. 10-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ കണ്ടു, ആ പുരുഷന്മാർ അത്യന്തം ഭയപ്പെട്ടു അവനോട്, നീ എന്തിനങ്ങനെ ചെയ്തു? പക്ഷെ അത് അവിടെ കൃത്യമായിട്ട് വിശദീകരിച്ചതിന് ശേഷമല്ല വാക്യം പറയുന്നത്. അതിന് താഴത്തെ വാക്യത്തിലുണ്ട്, അവൻ അവരോട് അറിയിച്ചിരുന്നത് കൊണ്ട്. അപ്പോൾ ഇതിനു മുമ്പ് അവൻ ഇത്രയും കാര്യങ്ങൾ അറിയിച്ചു. അതെല്ലാം യോനയുടെ പ്രവചനത്തിൽ എഴുതി വെച്ചിട്ടില്ല. അവൻ അറിയിച്ചു എന്നുള്ള സൂചന അവിടെ കൊടുത്തിരിക്കുന്നു. അവൻ അവരോട്